സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 13. ഇനി അവൻ വരുമ്പോൾ ഞാൻ അന്വേഷിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണം. രാജശേഖരൻ ഇറങ്ങി ജീപ്പിനടുത്തേക്ക് നടന്നു. അയാൾ ചെന്ന് ജീപ്പിൽ കയറി പോലീസുകാരോട് കയറിക്കൊള്ളാൻ ആംഗ്യം കാട്ടി. ശാന്തമ്മ വിശ്വാസം വരാതെ പിന്നെയും റോഡിലേക്ക് തന്നെ നോക്കി. ജീപ്പ് സ്റ്റാർട്ടായി പോകുന്നത് കണ്ടിട്ടേ അവർ ശ്വാസം കഴിക്കാൻ കൂടി ഓർമ്മിച്ചുള്ളൂ. ജീപ്പ് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിനീത റോഡിൽ നിന്ന് നോട്ടം മാറ്റി. അവൾ ജനൽപ്പടിയിലേക്ക് ചാരി നിന്നു. രാജിമോൾ അത്ഭുതത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. ഇതെന്താ ചേച്ചി, ആ ഇൻസ്പെക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയേ? എപ്പോഴും നമ്മളെ കാണുമ്പോൾ തെറിയും വഴക്കും അല്ലായിരുന്നോ? എനിക്കറിയില്ല മോളെ. ശാന്തമ്മ വിനീതയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വിനീത ജനാലച്ചട്ടത്തിലേക്ക് തൻ്റെ ശിരസ് ചേർത്ത് മച്ചിലേക്ക് നോക്കി. ഏതോ അജ്ഞാതമായ മലയിടുക്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ തയ്യാറാക്കി വെക്കുന്ന ഒരു ഒളിപ്പോരാളിയുടെ മുഖം അവളുടെ മനക്കണ്ണിൽ തെളിഞ്ഞു. അവൻ തങ്ങളെ സുരക്ഷാ കവചമണിയിക്കുകയും തങ്ങളുടെ വസതിക്ക് ചുറ്റും ഒരു സുരക്ഷിത വലയം തീർക്കുകയും ചെയ്തു കഴിഞ്ഞുവെന്ന് അവൾക്ക് തോന്നി. കിളച്ചു മുറ്റം പോലെ ചെത്തിയൊരുക്കിയ തളമായിരുന്നു പരിശീലനക്കളരി. ഡാനിയാണ് പരിശീലകൻ. നരേന്ദ്രനും കരുണനും കുഞ്ഞുമോനും ശങ്കറുമാണ് പഠിതാക്കൾ. 4 പേരും പഠനക്കളരിയിൽ കടന്ന് കരാട്ടെ ദൈവത്തിനുള്ള നമസ്കാരം അർപ്പിച്ചു. അതിനുശേഷം ഡെമോൺസ്ട്രേറ്ററായ ഡാനിക്ക് നമസ്കാരം നൽകി. നമസ്കാരമുറകളെല്ലാം ഡാനി അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. തുറന്ന ആകാശമാണ് പഠനക്കളരിക്ക് മീതെ. എത്ര നിർബന്ധിച്ചിട്ടും തങ്കച്ചൻ മാത്രം ഡാനിയുടെ കരാട്ടെ ക്ലാസ്സിൽ ചേരാൻ സന്നദ്ധനായില്ല. എനിക്കിപ്പോൾ കരാട്ടെ ഒന്നും പഠിച്ച അഭ്യാസിയൊന്നും ആകണ്ട. കഞ്ചാവ് കൃഷിക്ക് എന്തിനാ കരാട്ടെ അഭ്യാസവും? ആലോചിച്ചപ്പോൾ തങ്കച്ചൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് മറ്റുള്ളവരും ചിന്തിക്കാതിരുന്നില്ല. നമുക്ക് ശരീരബലവും മനോബലവും കൂട്ടണം, അല്ലാതെ വേറൊന്നിനുമല്ല, നരേന്ദ്രൻ പറഞ്ഞു. അതിന് വ്യായാമം ചെയ്താൽ പോരെ എന്നായി തങ്കച്ചൻ. പക്ഷേ നരേന്ദ്രന് ദൂരവ്യാപകമായി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്തിനും പോന്ന ഒരു സംഘത്തെ വാർത്തെടുക്കുക, ആ സംഘത്തിനൊരു ചിട്ടയും നിഷ്ഠയും നിയമാവലിയും ഉണ്ടാക്കുക, ഒരു ചരടിൽ കോർത്ത പോലെ ഒന്നിച്ചു നീങ്ങാൻ മനസ്സും ശരീരവും സജ്ജമാക്കുക, എല്ലാവരുടെയും പ്രവർത്തന ശൈലി ഏകോപിപ്പിക്കുക. ഒരേ അധ്യയനത്തിലൂടെ, ഒരേ അഭ്യാസത്തിലൂടെ, ഒരേ കളരിയിലൂടെ മാത്രമേ അത് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റൂ. ക്ലാസ് തുടങ്ങിയപ്പോൾ ഡാനി പറഞ്ഞു, ഇത് സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള അഭ്യാസമുറയാണ്. കരാട്ടെ എന്നാൽ കൈ എന്നാണ് അർത്ഥം. ഇടിക്കുക, തൊഴിക്കുക, തടുക്കുക എന്നീ 3 അഭ്യാസമുറകളാണ് കരാട്ടയിൽ ആകെയുള്ളത്. ഇതിന് നമ്മുടെ ശരീരത്തിൻ്റെ 27 ഭാഗങ്ങൾ കൊണ്ട് ശത്രുവിൻ്റെ ദുർബലമായ 62 ശരീരഭാഗങ്ങളിൽ ക്ഷതമേൽപ്പിക്കാം. ഡാനി കരാട്ടയുടെ ഉത്ഭവത്തെക്കുറിച്ചും പിന്നീടുണ്ടായ വിവിധ രൂപാന്തരങ്ങളെക്കുറിച്ചും ഒരു ലഘു വിവരണം നൽകി. ഒടുവിൽ അവൻ പറഞ്ഞു, കരാട്ടയ്ക്ക് അത്യാവശ്യം വേണ്ടത് ആത്മനിയന്ത്രണമാണ്. ഏതവസ്ഥയിലും മനസ്സ് സമനിലയിൽ നിൽക്കാൻ പരിശീലിക്കണം. ചഞ്ചല മനസ്സിനെ ഒരേ നിലയിൽ ഉറപ്പിച്ചു നിർത്താൻ ധ്യാനം കൊണ്ടേ പറ്റൂ. ധ്യാനം കോപത്തെയും വക്രബുദ്ധിയെയും അകറ്റും, മനഃശക്തിയും ശാന്തിയും തരും. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് പരിശീലിക്കാൻ പോകുന്നത് ധ്യാനമുറകളാണ്. യോഗ തന്നെയല്ലേ ഈ ധ്യാനം? നരേന്ദ്രൻ ചോദിച്ചു. അതുതന്നെ, പക്ഷേ ധ്യാനമുറകൾക്ക് മാറ്റമുണ്ട്. കരാട്ടയ്ക്ക് അതിൻ്റേതായ ധ്യാനമുറകളുണ്ട്. കുഞ്ഞുമോന് ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ ചിരിയായിരുന്നു. കരാട്ടയിലെ ചില വാക്കുകളാണ് കുഞ്ഞുമോനെ ചിരിപ്പിച്ചത്. നമസ്കാരത്തിന് റെയ് എന്നും, പരിശീലന കളരിക്ക് ഡോജോ എന്നും, പരിശീലകന് ഹോൻബു എന്നും, മാസ്റ്റർക്ക് ഷെൽട്രായി എന്നുമാണ് പേരെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുമോന് ചിരി അടക്കാൻ കഴിയുന്നില്ല. കൂടാതെ ഡാനി പറഞ്ഞ പല കരാട്ടെ വാക്കുകളും അഭ്യാസ പ്രകടനത്തിനിടയിൽ പുറപ്പെടുവിച്ച ശബ്ദങ്ങളും കുഞ്ഞുമോനെ ചിരിപ്പിച്ചു. ആദ്യം ധ്യാനമുറകളെക്കുറിച്ചായിരുന്നു ഡാനിയുടെ ക്ലാസ്. പിന്നീട് വ്യായാമമുറകൾ കഠിനമായിരുന്നതിനാൽ കുഞ്ഞുമോൻ കരാട്ടെ പഠനം അവസാനിപ്പിക്കാൻ പലവട്ടം തീരുമാനിച്ചതാണ്. പക്ഷേ നരേന്ദ്രൻ ഭീഷണിപ്പെടുത്തി അവനെ പിന്തിരിപ്പിച്ചു. നരേന്ദ്രൻ ഒരുതരം വൈകാരിക തീവ്രതയോടെ തന്നെ കരാട്ടെ പരിശീലിച്ചു പോന്നു. ഡാനി നിർദ്ദേശിക്കാത്ത ചില വ്യായാമമുറകളും കഠിന പരിശീലനത്തിൻ്റെ ഭാഗമായി അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. ചെങ്കുത്തായ മലമുകളിലേക്ക് ഓടിക്കയറുക, ഓടിയിറങ്ങുക, പാറക്കെട്ടുകളിൽ അള്ളിപ്പിടിച്ച് കയറുക തുടങ്ങിയവയായിരുന്നു അവൻ്റെ മറ്റു വ്യായാമമുറകൾ. തോട്ടത്തിൽ കഞ്ചാവ് ചെടികൾ തഴച്ചു വളരുകയാണ്. കളയെടുക്കലും വളമിടലും ജലസേചനവും മാത്രമേയുള്ളൂ പണി. ചില രാത്രികൾ നരേന്ദ്രന് ഉറക്കമില്ലാത്തതായിരുന്നു. കൂടാരത്തിൽ നിന്നും ചിലപ്പോൾ അവൻ ഇറങ്ങിപ്പോയി പാറക്കെട്ടിന് മീതെ കയറി നിൽക്കും. ഇരുട്ടിലമർന്ന ഭൂമിയും ചക്രവാളവും ചന്ദ്രതാരകൾ നിറഞ്ഞ ആകാശവും അവനെ പല സ്മരണകളിലേക്കും കൂട്ടിക്കൊണ്ടുപോകും. വെള്ളിക്കുളം എസ്റ്റേറ്റും മഹാദേവൻ മുതലാളിയും ശൈലജയും മരിച്ചുപോയ തൻ്റെ അച്ഛനും അമ്മയും അനുജത്തിയും
പ്രാന്താശുപത്രിയിലും ജയിലിലുമായി താൻ കഴിച്ചുകൂട്ടിയ ജീവിതവും ആ സ്മരണകളിൽ ഇരമ്പി നിൽക്കും. പിന്നീട് വെമ്പലാണ് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ. പക്ഷേ ലക്ഷ്യം എത്രയോ അകലെ. ചൂടുറപ്പിച്ചിട്ടില്ല. ബലവത്തായ ഒരു തുടക്കം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അവൻ്റെ മനസ്സ് ദുർബലമാകും. നിസ്സഹായനാണ് താനെന്ന് തോന്നിപ്പോകും. മനസ്സിൽ പണിതുയർത്തിയിട്ടുള്ള ആകാശക്കോട്ടകളിൽ തനിക്ക് എന്തെങ്കിലും എത്താൻ കഴിയുമോ എന്ന് ശങ്കിച്ചു പോകും. വെള്ളിക്കുളം എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് ചീറിപ്പാഞ്ഞു പോയ ജീപ്പ് നീളൻ വരാന്തയ്ക്കരികെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ധർമ്മരാജൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ചാടി ഇറങ്ങി. കാർ പോർച്ചിൽ മഹാദേവൻ മുതലാളിയുടെ പുത്തൻ മേഴ്സിഡസ് ബെൻസ് വിശ്രമിക്കുന്നത് കണ്ടിട്ട് ധർമ്മരാജൻ ഡോർബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. ഒരു പരിചാരകൻ വന്ന് വാതിൽ തുറന്നു. ധർമ്മരാജൻ ഹാളിലേക്ക് കയറി ചെന്നു. ബെഡ്റൂമിലായിരുന്ന മഹാദേവൻ മുതലാളി ഹാളിലേക്ക് വന്നു. നെടുങ്കണ്ടത്ത് പോയിട്ട് നീ ഇത്ര വേഗം തിരിച്ചെത്തിയോ? വിസ്മയത്തോടെ അയാൾ ധർമ്മരാജനെ നോക്കി. വേറൊരിടത്തും തങ്ങിയില്ല, നേരെ പോന്നു. ഇൻസ്പെക്ടർ രാജശേഖരൻ എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത്? നമ്മുടെ പഴയ നരേന്ദ്രനില്ലേ, അവനെപ്പറ്റി പറയാനാണോ? ഓ, ജയിലിൽ നിന്നിറങ്ങിയ ശേഷം അവനെപ്പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ. നമ്മൾ കുറേ അന്വേഷിച്ചതല്ലേ. അവൻ ഇവിടെ തന്നെയുണ്ട് മുതലാളി. ജയിലിൽ നിന്നിറങ്ങിയ അവൻ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. രാജശേഖരന് എങ്ങനെ അവനെ അറിയാം? രാജശേഖരനിൽ നിന്നും താൻ അറിഞ്ഞിടത്തോളം വിവരങ്ങൾ ധർമ്മരാജൻ വിശദീകരിച്ച് കേൾപ്പിച്ചു. മഹാദേവൻ മുതലാളിയുടെ മുഖം ഗൗരവപൂർണമായി. അയാൾ വിശാലമായ ഹാളിലൂടെ പിന്നിൽ കൈകൾ പിണച്ചു കെട്ടി സാവധാനം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാളുടെ മനസ്സിലെ അസ്വസ്ഥത മുഖത്തെ മുറുക്കത്തിൽ പ്രകടമായിരുന്നു. ധർമ്മരാജൻ നിശബ്ദനായി നിന്നു. നരേന്ദ്രൻ ഇവിടെ ആരുമില്ല, മഹാദേവൻ മുതലാളി പറഞ്ഞു. ഇത് അവൻ്റെ നാടല്ല, അവനിവിടെ ബന്ധങ്ങളുമില്ല. എന്നിട്ടും ഇങ്ങോട്ട് തന്ന് തിരിച്ചു വന്നതിന് പിന്നിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം, അല്ലേ ധർമ്മരാജൻ? എനിക്കും അങ്ങനെ തോന്നി. അവനിപ്പോൾ എവിടെയുണ്ടെന്ന് വല്ല ഊഹവും കിട്ടിയോ? ഇല്ല, രാജശേഖരൻ കുറേ അന്വേഷിച്ചതാണ്. ഒരെത്തും പിടിയും കിട്ടിയില്ല. അവൻ്റെ കൂടെ എത്ര പേരുണ്ടെന്നാ പറഞ്ഞത്? 4 പേർ. എന്തു ചെയ്യാനും മടിയില്ലാത്തവരാ. ഒരു ഗ്യാങ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവൻ. SI രാജശേഖരനെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ അവർ നിസാരന്മാരല്ലല്ലോ. അയാൾ ഭയന്നിരിക്കുകയാണ്. അവൻ്റെ കൂടെയുള്ളവർ ആരൊക്കെയാണെന്നറിയാമോ? അതേപ്പറ്റി ഒരു വിവരവുമില്ല. ഇടിവെട്ടുപോലെ എവിടെ നിന്നോ വരുന്നു, കാര്യം നടത്തി അപ്രത്യക്ഷരാകുന്നു. നെടുങ്കണ്ടം മുതൽ ശാന്തൻപാറ വരെയും നെടുങ്കണ്ടം മുതൽ കുമളി വരെയും കൂട്ടാറിലും കട്ടപ്പനയിലും പുളിയന്മലയിലും ഒക്കെ രാജശേഖരൻ അന്വേഷണം നടത്തിയതാ. ഇങ്ങനെ ഒരു ഗ്യാങ്ങിനെ പറ്റി ആർക്കും ഒരറിവുമില്ല. പക്ഷേ അവർ ഇന്നാട്ടുകാരാണ്. കൈരേഖ പോലെ ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയാം, റോഡുകളും അറിയാം. അവർക്കൊരു രഹസ്യതാവളമുണ്ടെന്ന് വ്യക്തം. ആ വീട്ടുകാരെ നീ കണ്ടോ? ഇല്ല, പക്ഷേ വിശദ വിവരങ്ങൾ അറിയാം. ഒരമ്മയും 2 പെൺമക്കളും. ആ പെൺമക്കളുടെ അച്ഛൻ കൊലക്കുറ്റത്തിന് ജയിലിൽ വെച്ചാണ് നരേന്ദ്രനുമായി ഇയാൾക്ക് പരിചയം. അങ്ങനെയാണ് അവൻ്റെ നെടുങ്കണ്ടം കണക്ഷൻ. അവൻ നമുക്ക് ഭീഷണിയാണോ ധർമ്മൻ? മഹാദേവൻ മുതലാളി സംശയത്തോടെ ധർമ്മരാജനെ നോക്കി. എനിക്ക് അങ്ങനെ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞത്, അവൻ ജയിലിൽ നിന്നിറങ്ങിയാൽ കൂടുതൽ നാൾ ജീവിച്ചിരിക്കരുതെന്ന്. മുതലാളി പക്ഷേ അതിന് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല. അവൻ ഒറ്റയ്ക്ക് എന്തു ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചു. അതുകൊണ്ടാണെന്ന് കാൽ കീഴിൽ കിടക്കുന്നത്. പുഴുവായാലും അതിന് പകയുണ്ടെങ്കിൽ നമ്മളതിനെ ചവിട്ടി അരയ്ക്കണം. അല്ലെങ്കിൽ അത് വളർന്ന് കാളസപ്പമായിട്ട് നമുക്കെതിരെ വിഷം ചീറ്റും. ഞാൻ പഠിച്ചതും മുതലാളി എന്നെ പഠിപ്പിച്ചതും അതാണ്. എന്തായാലും അവൻ നമുക്കെതിരെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. തിരിച്ചടിക്കാൻ അവൻ ആഗ്രഹം കാണുമല്ലോ. അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാനും വയ്യ. മുതലാളി സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാരമില്ല, അവൻ എവിടെയാണെന്ന് അമ്മയും പെൺമക്കളും നമുക്ക് പറഞ്ഞു തരും, ഇല്ലേ ധർമ്മൻ? അതാണ് എളുപ്പമാർഗമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി വൈകണ്ട, ആ വഴിക്ക് തന്നെ നീങ്ങാം, അല്ലേ? മുതലാളി സമ്മതിച്ചാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. ആലോചിച്ച് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ധർമ്മൻ തന്നെ ചെയ്തു. അവനെ ജീവനോടെ കാണണം എന്നുണ്ടോ മുതലാളിക്ക്? വേണമെന്നില്ല. വല്ലതും ചോദിക്കാനോ പറയാനോ? വേണ്ടടോ, ശവം പോലും എന്നെ കാണിക്കണ്ട. ഇപ്പം സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൂടുകയാണ് ഞാൻ. ഇനി തലവേദനയൊന്നും വയ്യ. ശരി മുതലാളി, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്നെ വിവരം അറിയിച്ചേക്കണം. എന്നിട്ടേ ചെയ്യൂ. ആ തള്ളേ മക്കൾ എങ്ങനെയുണ്ട്? രാജശേഖരന് വലിയ അഭിപ്രായമാണ് ആ 2 പെൺമക്കളെയും പറ്റി. പക്ഷേ അവർ തമ്മിൽ പിണക്കത്തിലായിപ്പോയി. നീ ഒരു ദിവസം അവരെ ഇങ്ങോട്ട് കൊണ്ടുവാ. രാജശേഖരനെയും വിളിച്ചോ. അവർ തമ്മിൽ ഒത്തുതീർപ്പാകുന്നതല്ലേ നല്ലത്? അതെ, എന്നാൽ നീ പൊയ്ക്കോ. ശരി മുതലാളി. ധർമ്മരാജൻ പിൻവാങ്ങി.
മഹാദേവൻ മുതലാളി ബെഡ്റൂമിലെത്തി. മനസ്സിൽ ഭാരം വന്ന് കയറിയിരിക്കുന്നു. ഏതാനും വർഷങ്ങൾക്കു പിന്നിലേക്ക് അയാളുടെ ഓർമ്മ പാഞ്ഞു. ശൈലജ, നരേന്ദ്രൻ, ഒറ്റക്കാലൻ പ്രഭാകരൻ, അയാളുടെ ഭാര്യ, അവരുടെ സുന്ദരിയായ മകൾ. പ്രേതങ്ങളെപ്പോലെ കുഴിമാടങ്ങളിൽ നിന്ന് മണ്ണിളക്കി മാറ്റി അവർ എഴുന്നേൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ഓട്ടോറിക്ഷ റോഡരികിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നരേന്ദ്രൻ ഇറങ്ങി നടന്നു. പരിചിതമായ വഴി. പഴയ മൺറോഡ് അല്പം കൂടി മോശമായിട്ടുണ്ടെന്നല്ലാതെ കാര്യമായ മാറ്റമൊന്നുമില്ല. കയറ്റം കയറി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇടതുവശത്ത് കാണുന്ന വീട്. അത് കണ്ണിൽപ്പെട്ടതും നരേന്ദ്രൻ ഒരു നിമിഷം നിന്നു. വീട്ടിനുള്ളിൽ നിന്ന് ആരുടെയോ സംസാരം കേൾക്കാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് താനും തൻ്റെ മാതാപിതാക്കളും അനുജത്തിയും പ്രതീക്ഷകളോടെ ഈ വീട്ടിൽ താമസത്തിനെത്തിയത് അവൻ ഓർത്തു. 5 വർഷത്തെ പ്രവാസത്തിന് ശേഷം താൻ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണെന്ന് അവന് തോന്നിപ്പോയി. അച്ഛൻ ക്രച്ചസ് കട്ടിലിൻ്റെ തലയ്ക്കൽ ചാരി വെച്ചു ബീഡി വലിച്ചുകൊണ്ട് അമ്മയുടെ കട്ടിലിൽ ഇരിപ്പുണ്ടാവാം. അമ്മ നമ്മുടെ മോൻ ഇന്നല്ലേ തിരിച്ചു എത്തുമെന്ന് പറഞ്ഞത് എന്ന് അച്ഛനെ കൂടെ കൂടെ അലട്ടുന്നുണ്ടാവാം. ഇടിമിന്നലേറ്റ പോലെ ആ ചിന്തകളെല്ലാം പൊടുന്നനെ കരിഞ്ഞുപോയി. നരേന്ദ്രൻ വീടിന് നേർക്ക് നടന്നു ചെന്നു. വരാന്തയ്ക്കരികിൽ അയാൾ ഒന്ന് ചുമച്ചു. ഒരു യുവതി വാതിൽക്കലേക്ക് വന്നു. ആരാ? അവൾ ചോദിച്ചു. പണ്ടിവിടെ താമസിച്ചിരുന്നയാളാ. ഇവിടെ ആണുങ്ങളാരുമില്ലേ? ചേട്ടാ, യുവതി തിരിഞ്ഞു നോക്കി വിളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ലുങ്കി മാത്രമുടുത്ത ഒരു യുവാവ് കയ്യിലൊരു കുഞ്ഞിനെയും എടുത്ത് വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. നരേന്ദ്രന് അയാളെ കണ്ടു പരിചയം തോന്നി. കുഞ്ഞിൻ്റെ കയ്യിൽ കാറിൻ്റെ രൂപത്തിലുള്ള ഒരു കളിപ്പാട്ടമുണ്ടായിരുന്നു. ആരാന്ന് മനസ്സിലായില്ലല്ലോ. ഞാനും എൻ്റെ കുടുംബവും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്നു. ഒറ്റക്കാലുള്ള ഒരാളും അത് തന്നെ. മാറ്റുകേസിൽ പ്രതിയായിട്ട് ജയിലിൽ പോയ നരേന്ദ്രൻ. അയാളുടെ കണ്ണുകളിൽ അമ്പരപ്പും അത്ഭുതവും. കയറിയിരിക്കുന്നോ? വരാന്തയിൽ കിടന്ന പ്ലാസ്റ്റിക് കസേരയിലേക്ക് നോക്കിക്കൊണ്ട് യുവാവ് ക്ഷണിച്ചു. ഇല്ല, നിങ്ങളാരാ? പുതിയ വാടകക്കാരാണോ? ഹൗസ് ഓണറുടെ മകനാ ഞാൻ. ഈ വീട് പിന്നീട് ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റി. എനിക്കെവിടെയോ കണ്ട പോലൊരു പരിചയം. എനിക്കും തോന്നി. എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? കുറേ നാളായി. വിവരങ്ങളെല്ലാം അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? അറിഞ്ഞു. എനിക്ക് വീടൊന്ന് കാണണം. ഒന്നിനുമല്ല, വെറുതെ. അതിനെന്താ, കാണാമല്ലോ. കയറി വാ. നരേന്ദ്രൻ വരാന്തയിലേക്ക് കയറി. യുവതി വാതിൽക്കൽ നിന്നും മാറിക്കൊടുത്തു. നരേന്ദ്രൻ പിന്നിലും യുവാവ് മുന്നിലുമായി അകത്ത് കയറി. വീട് മോടി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് നരേന്ദ്രൻ കണ്ടു. അച്ഛൻ്റെ കട്ടിലിട്ടിരുന്ന ഭാഗത്ത് ഒരു സോഫാ കം ബെഡ്. അമ്മ കിടന്ന മുറിയിൽ നരേന്ദ്രൻ കയറി നോക്കി. നെഞ്ചിലൊരാളിക്കത്തൽ. അമ്മയുടെ കട്ടിൽ കിടന്ന അതേ സ്ഥാനത്ത് ഒരു കട്ടിൽ. കിടക്കയിൽ മൂടിപ്പൊതിച്ച് ചുരുണ്ടു കിടക്കുന്ന മെലിഞ്ഞ സ്ത്രീ. വൈഫിൻ്റെ അമ്മയാ. ലേശം ആസ്മയുടെ ഉപദ്രവമുണ്ട്. പിന്നിൽ നിന്ന് യുവാവ് പറഞ്ഞു. നരേന്ദ്രന് തൻ്റെ പാദങ്ങളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. മുറിയിൽ വേണ്ടത്ര വെളിച്ചമില്ലായിരുന്നു. നരേന്ദ്രൻ കട്ടിലിനരികെ ചെന്നു. തലയിണയിൽ കവിളണച്ച് ഏങ്ങി വലിച്ച് കിടന്ന സ്ത്രീ മുഖം തിരിച്ചു നോക്കി. ആഹാ, സതീശനാണോടാ മോനെ? അവരുടെ മുഖം അത്ഭുതം കൊണ്ടും ആനന്ദം കൊണ്ടും വിടരുന്നത് നരേന്ദ്രൻ കണ്ടു. സതീശൻ എന്ന് പറയുന്നത് മോനാ, ഗൾഫിലാ. അമ്മയ്ക്ക് കണ്ണിന് മൂടലുണ്ട്. യുവാവ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇങ്ങോട്ട് ഇരിക്കടാ അമ്മയുടെ അടുത്ത്. നരേന്ദ്രൻ കട്ടിലിൽ ഇരുന്നു. നീ എപ്പോൾ വന്നടാ മോനെ? ആ സ്ത്രീയുടെ മെല്ലിച്ച കൈ നരേന്ദ്രൻ്റെ വിരലുകളിൽ പരതി പിടിച്ചു. എന്നിട്ട് ഇവരാരും എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ. അവർക്ക് ശ്വാസം ശരിക്ക് കിട്ടുന്നില്ലായിരുന്നു. ശ്വാസം വലിക്കുമ്പോൾ നെഞ്ചും കൂടെ ഉയരുകയും വായ ക്രമാതീതമായി തുറക്കുകയും ചെയ്തു. അമ്മയുടെ കൈയാണ് തൻ്റെ വിരലുകളിൽ പരതി പിടിച്ചിരിക്കുന്നതെന്ന് നരേന്ദ്രന് തോന്നി. മാതൃവാത്സല്യത്തിൻ്റെ ചൂട് വിരലുകളിലൂടെ, കൈത്തണ്ടയിലൂടെ, ഞരമ്പുകളിലൂടെ പ്രവഹിച്ച് ഹൃദയത്തിലെത്തി വിതുമ്പുന്നു. അമ്മ പണ്ടെന്നോ പാടിയ ഒരു താരാട്ടിൻ്റെ ഈണം സ്മരണയുടെ അഗാധതയിൽ അലയടിക്കുന്നു. നരേന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അമ്മേ, ഇത്. കുഞ്ഞിനെ എടുത്തു പിടിച്ചിരുന്ന യുവാവ് ആ സ്ത്രീയുടെ തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമിക്കുകയായിരുന്നു. നരേന്ദ്രൻ പെട്ടെന്ന് കരമുയർത്തി അരുതെന്ന് വിലക്കി. അവൻ ആ വൃദ്ധയുടെ നരച്ച ശിരസിൽ തലോടി. അവർ അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ച് കണ്ണീരോടെ ശ്വാസം ഏങ്ങി വലിച്ചുകൊണ്ട് കിടന്നു. അല്പം കഴിഞ്ഞ് നരേന്ദ്രൻ അവരുടെ കൈത്തലം വിടുവിച്ച് എഴുന്നേറ്റു. ആ സ്ത്രീ ഉടനെ പോവാണോടാ മോനെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നരേന്ദ്രൻ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി നിന്നു. യുവാവ് അവൻ്റെ സമീപത്തേക്ക് വന്നു. എൻ്റെ അമ്മയ്ക്കും ആസ്മയായിരുന്നു, നരേന്ദ്രൻ പറഞ്ഞു. എനിക്കറിയാം. ഇവിടെ കിടന്നല്ലേ മരിച്ചത്. ശവദാഹത്തിന് ചുടുകാട്ടിലോട്ട് ഞാനും പോയിരുന്നു. നരേന്ദ്രൻ അടുക്കളയുടെ നേർക്ക് ഒന്നെത്തി നോക്കിയതേയുള്ളൂ. പ്രവീണ പെരുമാറിയിരുന്ന അടുക്കളയാണത്. അവന് അത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു ഹൃദയവേദന അനുഭവപ്പെട്ടു.
താൻ വന്നതറിഞ്ഞ് തനിക്ക് കാണാൻ പറ്റാത്ത ഒരു തിരശീലയ്ക്കപ്പുറത്ത് നിന്ന് അവൾ ഏട്ടനു വേണ്ടി മധുരം കൂട്ടിയിട്ട് ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നുണ്ടാവാം. ഇപ്പം കൊണ്ടുവരാൻ കേട്ടോ എന്ന് വിളിച്ചു പറയുന്നുമുണ്ടാവാം. താൻ കിടന്നിരുന്ന മുറിയും കടന്ന് നരേന്ദ്രൻ ഏറ്റവും പിന്നിലെ മുറിയിൽ ചെന്നു. അവിടെയാണ് തന്നെ കൊടുക്കാൻ വേണ്ടി വാറ്റുചാരായ കന്നാസുകളും കോട കലക്കിയ വീപ്പയും വാറ്റുപകരണങ്ങളും സൂക്ഷിച്ചിരുന്നത്. നരേന്ദ്രൻ്റെ ഓർമ്മ വർഷങ്ങൾക്ക് പിറകിലേക്കും പാഞ്ഞുപോയി. ഈ മുറി ഞങ്ങൾ ഉപയോഗിക്കാറില്ല, വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെയാ കൊണ്ടിടാറ്, യുവാവ് പറഞ്ഞു. അന്നത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, ആരെങ്കിലും എടുത്തോണ്ട് പോയോ? നരേന്ദ്രൻ ചോദിച്ചു. കുറച്ച് ഡ്രസ്സും പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴ ഒരു പെങ്ങളോ മറ്റോ ഇല്ലേ? ഉണ്ട്, അവരെ ഞങ്ങൾ കത്തയച്ച് വരുത്തിയിരുന്നു. കട്ടിലും മേശയും കസേരയുമൊക്കെ അവരെ കിട്ടിയ വിലയ്ക്ക് ഇവിടെ തന്നെ വിറ്റു. ഡ്രസ്സുകൾ ഉണ്ടായിരുന്നത് ഒരു ബാഗിലാക്കി കൊണ്ടുപോയി. പാത്രങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. അവർക്കത് വേണ്ടായിരുന്നു, അത് തട്ടുംപുറത്ത് കിടപ്പുണ്ടെന്ന് തോന്നുന്നു, യുവാവ് പറഞ്ഞു. നരേന്ദ്രൻ വീടിന് പുറത്തിറങ്ങി. ചായ എടുക്കാം, യുവാവ് അർത്ഥമനസ്സോടെ പറഞ്ഞു. വേണ്ട, വെറുതെ വന്നതാ, ഈ വീടൊന്ന് കാണണമെന്ന് തോന്നി. ഇപ്പോൾ എവിടാ താമസം? നരേന്ദ്രൻ അത് കേട്ടില്ല. അയാൾ നടന്നു തുടങ്ങിയിരുന്നു. പാമ്പ് യോഹന്നാൻ 2-3 തവണ തിണ്ണയിൽ ഇറങ്ങി നോക്കി. വീണ്ടും മുറിക്കുള്ളിലേക്ക് തിരിച്ചു കയറി. ചേട്ടൻ ആരെയാ പേടിക്കുന്നേ? കട്ടൻ കാപ്പി ഊതി കുടിക്കുന്നതിനിടയിൽ നരേന്ദ്രൻ ചോദിച്ചു. നീ ഇങ്ങോട്ട് വരുന്നത് ആരും കണ്ടില്ലല്ലോ? ഇല്ല, അഥവാ കണ്ടാലും ഞാൻ നരേന്ദ്രനാണെന്ന് ആർക്കാ അറിയാവുന്നേ? ആ ധർമ്മരാജൻ ഒരു ദിവസം ഇവിടെ വന്നിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ പിന്നെ നിന്നെപ്പറ്റി വല്ല വിവരവും ഉണ്ടോയെന്ന് ചോദിച്ചു. നരേന്ദ്രൻ്റെ കണ്ണുകൾ ഇറുകി. ഹാ, എന്നിട്ട്? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന്. അയാൾ എന്തിനാ എന്നെ അന്വേഷിച്ച് വന്നേ? ആർക്കറിയാം? ചേട്ടന് ചോദിക്കാൻ മേലായിരുന്നോ? ആ പാമ്പിനോട് മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി. നമ്മൾ ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നവനാ. ചേട്ടന് പേടിയാണെന്ന് പറ. പിന്നെ പേടിക്കേണ്ടവരെ പേടിക്കണ്ടേ? നിനക്ക് ഞാനൊരു വഴി കാണിച്ചു തന്നില്ലേ? നരേന്ദ്ര, നീ പിന്നെ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നേ? ഞാൻ ഉടനെ പൊയ്ക്കോളാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എൻ്റെ അച്ഛൻ്റെ ക്രച്ചസ് ഏത് പോലീസ് സ്റ്റേഷനിലാണെന്നാ അന്ന് പറഞ്ഞത്? വെള്ളത്തൂവലിലോ അടിമാലിയിലോ? അടിമാലിയിൽ. അത് തിരിച്ചെടുക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ കൊടുക്കണമായിരിക്കും. ചേട്ടൻ അതൊന്ന് അന്വേഷിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ പോലീസിനോട് ഞാൻ എന്നാ പറയും? ക്രച്ചസിൻ്റെ കാര്യം ചോദിക്കണ്ട, മറ്റെന്തെങ്കിലും ഒരു സാധനത്തെപ്പറ്റി സൂത്രത്തിൽ ചോദിച്ചറിഞ്ഞാൽ മതി. നിനക്ക് എന്തിനാ ആ മരക്കഷ്ണം? നടക്കാൻ എനിക്കൊരു ഊന്നുവടി വേണ്ടേ ചേട്ടാ? അതെൻ്റെ അച്ഛൻ്റെ ക്രച്ചസ് തന്നെ ആയിക്കോട്ടെ. കടുങ്കാപ്പി കുടിച്ച ഗ്ലാസ് നരേന്ദ്രൻ ഡെസ്കിന് മീതെ വെച്ചു. എന്നിട്ട് എഴുന്നേറ്റു. അപ്പോൾ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ചേട്ടൻ അന്വേഷിക്കണം. 1, രാജാക്കാട്ടോ വെള്ളത്തൂവലിലോ ഒരു കൊച്ചു വാടക വീട്. 2, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രച്ചസ് വീണ്ടും കിട്ടാനുള്ള വഴി. വരട്ടെ. അവൻ വരാന്തയിലേക്ക് ഇറങ്ങി. ചേട്ടനെ ഞാൻ ഇനിയും ഉപദ്രവിക്കും. ഇപ്പം വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. ചേട്ടനൊരാപത്ത് വരുമ്പോൾ രക്ഷിക്കാനും ഞാനുണ്ടായിരിക്കും. നരേന്ദ്രൻ മുറ്റത്തിറങ്ങി ഇരുട്ടിലേക്ക് നടന്നുപോയി. പല പാമ്പുകളെയും കണ്ടിട്ടുണ്ട്. ചിറകുള്ള പാമ്പിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവൻ എവിടുന്നാ വരുന്നേ, എങ്ങോട്ടാ പോകുന്നേ? നരേന്ദ്രൻ പോയ ദിക്കിലേക്ക് നോക്കി യോഹന്നാൻ പിറുപിറുത്തു. ശാന്തമ്മയും പെൺമക്കളും ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് വാതിലിൽ മുട്ടിവിളിക്കുന്ന ഒച്ച. ഉറക്കത്തിൽ വിരഞ്ഞടിക്കുന്ന ഒച്ച കേട്ടാലും ഞെട്ടിയുണരുന്ന വിനീത തന്നെ ആദ്യം എഴുന്നേറ്റു. രാജിമോളെ, രാജിമോളെ! അടക്കിപ്പിടിച്ചുള്ള വിളിയച്ച വരാന്തയിൽ നിന്നാണ്. ലൈറ്റിടാതെ വിനീത മുൻവശത്തെ മുറിയിലെത്തി. ജനാലയുടെ അടുത്ത് ചെന്നു. ആരാ? അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഞാനാ നരേന്ദ്രൻ, ലൈറ്റിടണ്ട. അപ്പോഴേക്കും ശാന്തമ്മയും രാജിമോളും ഉണർന്നെണീറ്റു. ശാന്തമ്മ ഇരുട്ടിലൂടെ ഊളിയിട്ടെന്ന പോലെ വിനീതയുടെ അടുത്തെത്തി. ആരാ മോളെ? അയാളാ, അച്ഛൻ്റെ കൂട്ടുകാരൻ. ഉറപ്പാണോ? മറുപടി പറയാതെ വിനീത വാതിൽക്കലേക്ക് നീങ്ങി. വിനീത നരേന്ദ്രൻ്റെ സ്വരം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ശാന്തമ്മയ്ക്ക് മനസ്സിലായി. ശബ്ദമുണ്ടാക്കാതെ വിനീത വാതിൽ തുറന്നു. നരേന്ദ്രൻ അകത്ത് കടന്ന് വാതിലടച്ചു. പെൻടോർച്ച് കാൽച്ചുവട്ടിൽ തെളിച്ചുകൊണ്ട് അയാൾ അടുക്കളയുടെ നേർക്ക് നീങ്ങി. പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടിയും മെഴുകുതിരിയും എടുത്തു. തീപ്പെട്ടി ഉരച്ച് മെഴുകുതിരി കൊളുത്തി അതും ഡെസ്കിൽ ഉറപ്പിച്ചു വെച്ചു. ഉറക്കം പിടിച്ചായിരുന്നു അല്ലേ? രാത്രി ഒരുപാടായല്ലോ, ശാന്തമ്മ പറഞ്ഞു. ഇവിടുത്തെ വിവരങ്ങളൊന്ന് അറിഞ്ഞിട്ട് പോകാൻ വന്നതാ. ഉടനെ സ്ഥലം വിട്ടോളാം. ചില്ലുപൊട്ടിയ ജനാലകളിൽ കടന്നു വരുന്ന ചെറുകാറ്റിലുലയുന്ന മെഴുകുതിരി നാളത്തിന് ചുറ്റും അവർ മൂകരായി നിന്നു. കൈമടക്കിൽ തൂക്കിയിട്ടിരുന്ന പ്ലാസ്റ്റിക് കൂട് നരേന്ദ്രൻ രാജുമോളുടെ നേർക്ക് നീട്ടി. ഒരു മടിയും കൂടാതെ അവളത് സ്വീകരിച്ചു. കുറച്ച് ബേക്കറി പലഹാരങ്ങളും ബിസ്ക്കറ്റുകളുമായിരുന്നു അതിനുള്ളിൽ. കട്ടൻ കാപ്പി ഇടട്ടെ? ശാന്തമ്മ ചോദിച്ചു.
ഒന്നും വേണ്ട, വിവരങ്ങൾ പറഞ്ഞാൽ മതി. ആ എസ് ഐ രാജശേഖരൻ്റെ ഉപദ്രവം പിന്നീടുണ്ടായോ? ഇല്ല, ശാന്തമ്മ പറഞ്ഞു. അയാൾ പിന്നെ ഇവിടെ വന്നതേയില്ലേ? ഒരു തവണ വന്നു, ക്ഷമ പറയാൻ. മറ്റവന്മാർ പിന്നെ ഉപദ്രവിക്കാൻ വന്നോ? ഇല്ല, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചികിത്സിച്ചായിരുന്നു, അത് ഫലിച്ചെന്ന് തോന്നുന്നു. എന്നാലും ഞങ്ങൾ എന്നും പേടിച്ചാ ഇവിടെ കഴിയുന്നേ. സാരമില്ല, സൂതൻ ചേട്ടൻ്റെ കത്ത് വരാറുണ്ടോ? കഴിഞ്ഞയാഴ്ച ഒരു കത്ത് കിട്ടി. എന്നെക്കുറിച്ച് ഒന്നും എഴുതണ്ട, അവന്മാർ പൊട്ടിച്ചു നോക്കിയിട്ടാ കൊടുക്കുന്നേ. നരേന്ദ്രൻ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് പൊതി എടുത്തു. വിനീത് എന്താ ഒന്നും മിണ്ടാത്തേ? അവൾക്കാദ്യമായി അയാളോട് മിണ്ടാൻ ഒരു ധൈര്യക്കുറവ് അനുഭവപ്പെട്ടു. നരേന്ദ്രൻ കടലാസ് പൊതി രാജിമോളുടെ കയ്യിൽ കൊടുത്തു. കാശ കളയരുത്. എങ്ങനെയുണ്ടാക്കിയ കാശ? പിടിച്ചു പറിച്ചതോ മോഷ്ടിച്ചതോ? വിനീത ചോദിച്ചു. നല്ലപോലെ അധ്വാനിച്ചുണ്ടാക്കിയതാ, ദാ നോക്ക്. നരേന്ദ്രൻ തൻ്റെ കൈവെള്ള രണ്ടും മലർത്തി കാണിച്ചു. വിശ്വാസമാകുന്നില്ലേ? തൊട്ടു നോക്ക്. അവൻ വിനീതയുടെ കൈ പിടിച്ച് തൻ്റെ കൈവെള്ളയിൽ വെച്ചമർത്തി. അത് കാരിരുമ്പ് പോലെ കാഠിന്യമേറിയതാണെന്ന് അവൾക്ക് തോന്നി. നേർത്ത വിറയലോടെ അവൾ കൈ വലിച്ചു കളഞ്ഞു. അത്ര സ്വാതന്ത്ര്യത്തോടെ അവൻ പെരുമാറുമെന്ന് അവൾ തീരെ കരുതിയില്ല. നിങ്ങൾ ഇവിടെ ഇങ്ങനെ താമസിച്ചാൽ മതിയോ? എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ? പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഇവിടത്തുകാർ, ശാന്തമ്മ പറഞ്ഞു. ഈ നാട്ടിൽ നിന്ന് മാറി താമസിക്കണം. ഞാനൊരു വീട് നോക്കുന്നുണ്ട്, നരേന്ദ്രൻ പറഞ്ഞു. ഈ സമയം വീടിന് താഴെ റോഡിൽ ഒരു ജീപ്പ് വന്നു നിന്നു. ടോർച്ചുകൾ നാലുപാടും തെളിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ ജീപ്പിൽ നിന്നും ഇറങ്ങി. ജീപ്പിൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ നരേന്ദ്രനും വിനീതയും ജനാലയ്ക്കൽ വന്ന് റോഡിലേക്ക് നോക്കി. ഒരു സംഘം ആളുകൾ ചുറ്റും ടോർച്ച് പ്രകാശിപ്പിച്ച് വീടിന് നേർക്ക് വരുന്നത് അവർ കണ്ടു. കനത്ത കാലച്ചുകൾ കേൾക്കാമായിരുന്നു. ജനാലയുടെ നേർക്ക് ടോർച്ച് വെളിച്ചം പാളി വീണതും നരേന്ദ്രൻ ജനാലയ്ക്ക് അരികിൽ നിന്ന് മാറി. ജീപ്പിലെത്തിയ സംഘം വരാന്തിയിൽ വന്ന് കയറി. നരേന്ദ്രൻ വേഗം അടുക്കളയിൽ കടന്ന് മെഴുകുതിരി ഊതി അണച്ചു. വാതിലിൽ ആരെങ്കിലും മുട്ടുന്നതും കാത്ത് വിനീതയും ശാന്തമ്മയും രാജിമോളും ഭയചകിതരായി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഇവിടെ ആരുമില്ലേ എന്ന ചോദ്യവും വാതിലിൽ തട്ടുന്ന ശബ്ദവും കേട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു വിനീതയും ശാന്തമ്മയും രാജിമോളും. വീണ്ടും വാതിലിൽ ഇടിക്കുന്ന ഒച്ച. ആരാണെന്ന് ചെന്ന് നോക്ക്. വാതിൽ തുറക്കണ്ട. വിനീതയുടെ ചെവിക്കരികിലായിരുന്നു അടക്കിയ മന്ത്രണം. അവൻ്റെ ഉച്ഛ്വാസം അവളുടെ കവിളത്ത് വന്നലച്ചു. അവൾക്കൊരു ധൈര്യം തോന്നി. അവൾ മുൻവശത്തെ മുറിയിലേക്ക് നീങ്ങി. ജനാലയ്ക്കടുത്തെത്തി. വരാന്തയിൽ ആളുകളുടെ കാൽപെരുമാറ്റവും അമർത്തിപ്പിടിച്ച സംഭാഷണവും കേട്ടു. വീണ്ടും വാതിലിൽ മുട്ടി വിളിക്കുന്നു. ആരാ? ധൈര്യം അവലംബിച്ച് അവൾ ചോദിച്ചു. പൊടുന്നനെ ജനാലയുടെ പൊട്ടിയ ചില്ലിൻ്റെ വിടവിലൂടെ ശക്തിയേറിയ ടോർച്ച് വെളിച്ചം അവളുടെ മുഖത്തു പതിച്ചു. ആ പ്രകാശവൃത്തം മെല്ലെ ഊർന്ന് അവളുടെ ഉടലിലേക്കിറങ്ങി. ആരാ അത്? വിനീത വീണ്ടും ചോദിച്ചു. വാതിൽ തുറക്ക്. പറ്റില്ല, ഞങ്ങൾ 3 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാ ഇത്. രാത്രി വളരെ വൈകി വന്ന് വാതിൽ തുറക്കാൻ പറയുന്നത് മര്യാദയാണോ? ആരാ നിങ്ങൾ? എവിടുന്ന് വരുന്നു? എന്താ നിങ്ങളുടെ ഉദ്ദേശം? തൻ്റെ ഇടത്തോടെ വിനീത ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞാലേ നീ വാതിൽ തുറക്കുള്ളോ? ധർമ്മരാജൻ്റെ വിശ്വസ്ത സഹചരനായ വാസൻ ജനലിനടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു. പാതിരാത്രിക്ക് അന്യരായ കുറച്ചാണുങ്ങൾ വന്ന് വാതിലേലിടിച്ചാൽ ഞങ്ങൾ ഉടനെ വാതിൽ തുറന്നു തരണോ? അങ്ങനെയാണോ നിങ്ങളുടെ അമ്മയും പെങ്ങളും ഒക്കെ ചെയ്യാറ്? ഞങ്ങൾ വാതിൽ ചവിട്ടി തുറക്കാൻ പോകുക. നിങ്ങൾ എന്ത് ചെയ്യുമടി? ചവിട്ടി പൊളിക്ക്, അപ്പോഴറിയാം എന്ത് ചെയ്യുമെന്ന്. ധർമ്മരാജൻ ജനലിനടുത്തേക്ക് നീങ്ങി നിന്നു. നീ വരാന്തയിൽ ലൈറ്റിട്, അല്ലെങ്കിൽ അകത്തെ ലൈറ്റിട്. വരാന്തയിൽ ലൈറ്റില്ല, അകത്തെ ലൈറ്റിടേണ്ട ആവശ്യവും ഇല്ല. വാതിൽ പൊളിച്ച് അകത്ത് കയറാൻ അറിയാഞ്ഞിട്ടല്ല നിന്നോട് ഈ മര്യാദ കാണിക്കുന്നേ. 3 സ്ത്രീകളെ കാണാനില്ലെന്ന് മറ്റന്നാളത്തെ പത്രത്തിൽ അച്ചടിച്ച് വന്നേക്കും. അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ല. നിന്റെ ഈ പൂട്ടും കതകും ഞങ്ങൾ 8 പേർക്ക് ആഞ്ഞൊന്നും തള്ളാൻ പോലുമില്ല. തള്ളി നോക്ക്. നിങ്ങൾ 8 ആയാലും 10 ആയാലും പേടിയില്ല. ചാകാൻ തയ്യാറായിരിക്കുന്നവരാ ഞങ്ങൾ. 8-ൽ എങ്കിലും തല ഞങ്ങൾ എടുത്തിരിക്കും. വാസ, ധർമ്മരാജൻ വിളിച്ചു. അടുത്ത നിമിഷം പടക്കം പൊട്ടുന്ന പോലൊരു ശബ്ദം മുഴങ്ങി. വീടിൻ്റെ ഭിത്തി കുലുങ്ങി വിറച്ചു. വാതിൽ ബലവത്താണെന്ന് ആദ്യത്തെ ഒറ്റ ചവിട്ടുകൊണ്ട് തന്നെ വാസന ബോധ്യമായി. അകത്ത് വേണ്ടതിലധികം സാക്ഷികളും ബോൾട്ടുകളുമുണ്ട്. വിനീത നടുങ്ങിപ്പോയിരുന്നു. മര്യാദയ്ക്ക് പറയുകയാ, വാതിൽ തുറന്നു. നിന്നെ ഒന്ന് ഉപദ്രവിക്കണമെന്ന് കരുതി വന്നതല്ല ഞങ്ങൾ. പക്ഷേ പൊളിച്ചകത്ത് കിടന്നാൽ പിന്നെ നിനക്ക് രക്ഷയില്ല. ധർമ്മരാജൻ ഭീഷണിപ്പെടുത്തി. നിലവിളിച്ച് ബഹളമുണ്ടാക്കി ആളെ കൂട്ടി രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കേണ്ട. നീയൊന്നും നിലവിളിച്ചാൽ ഓടി വന്നിരുന്നവരല്ല ഈ നാട്ടുകാരെന്ന് ഞങ്ങൾക്കറിയാമടി. നിങ്ങൾ ആരാണെന്നും എന്തിനു വന്നതാണെന്നും പറയാതെ വാതിൽ തുറക്കുന്ന പ്രശ്നമില്ല.
അത് ന്യായം. നീ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഞാൻ ധർമ്മരാജൻ പൂപ്പാറ വെള്ളിക്കുളം എസ്റ്റേറ്റിൽ നിന്ന് വരുന്നു. നരേന്ദ്രനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞങ്ങൾക്കറിയണം. വിനീത ഞെട്ടി. അവൾ വേഗം ജനാലയ്ക്കൽ നിന്ന് മാറി അടുക്കളയിലെത്തി. എല്ലാം കേൾക്കുന്നുണ്ട് ഞാൻ. ധർമ്മരാജനല്ലേ? നീ പോയി വാതിൽ തുറന്നു. കാറ്റിൻ്റെ ഒച്ചയിൽ നരേന്ദ്രൻ പറഞ്ഞു. അവർ 8 പേരുണ്ട്. നമ്മൾ 4 പേരില്ലേ? മതി. സ്വിച്ച് ബോർഡിനടുത്ത് നിന്നോളണം. സംഗതി കുഴപ്പമാണെന്ന് തോന്നിയ അപ്പം തന്നെ ലൈറ്റ് അണച്ചേക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ധൈര്യം പകരാനെന്ന പോലെ അവൻ അവളുടെ തോളിൽ അമർത്തിപ്പിടിച്ചു. നിങ്ങളും ചെല്ലങ്ങോട്ട്. വെട്ടുകത്തിയും പിച്ചാത്തിയും ഒന്നും കരുതണ്ട. വെറുതെ എന്തിനാ അവന്മാർക്ക് കലിപ്പുണ്ടാക്കുന്നേ? വിനീത ചെന്ന് മുറിയിലെ ലൈറ്റിട്ടു. ശാന്തമ്മയും രാജുമോളും ഭീതിയോടെ മുറിയെയും അടുക്കളയെയും വേർതിരിക്കുന്ന ഇടവാതിലിൽ നിന്നു. നിങ്ങൾ മാന്യമായിട്ട് പെരുമാറുമെന്നുണ്ടെങ്കിൽ വാതിൽ തുറക്കാം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മാന്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. വിനീത വാതിൽ തുറന്നു. ധർമ്മജനും വാസനും സത്യപാലനും മാത്രമേ മുറിക്കകത്തേക്ക് കയറിയുള്ളൂ. മറ്റുള്ളവർ വരാന്തയിൽ തന്നെ നിന്നു. ധർമ്മരാജൻ വിനീതയെ അടിമുടി നോക്കി. ശാന്തമ്മയോടും രാജുമോളോടും തൻ്റെ മുന്നിലേക്ക് നീങ്ങി നിൽക്കാൻ ആജ്ഞാപിച്ചു. അവർ പേടിയോടെ അനുസരിച്ചു. ധർമ്മരാജൻ ഒരു സിഗരറ്റ് ചുണ്ടത്ത് വച്ച് കൊളുത്തി അവരുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നരേന്ദ്രനെ നിങ്ങൾക്ക് എങ്ങനെയാ പരിചയം? വിനീത പറയാൻ മടിച്ചു. ജയിലിൽ വെച്ച് നിന്റെ അച്ഛനുമായി പരിചയം, പിന്നെ കൂടെയുള്ള സന്ദർശനം, നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഗുണ്ടകളെയും ഇൻസ്പെക്ടർ രാജശേഖരനെയും മര്യാദ പഠിപ്പിക്കൽ. ഇത്രയും വിവരങ്ങൾ അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ധർമ്മരാജൻ വിനീതയെയും ശാന്തമ്മയെയും രാജ്യമോളെയും മാറി മാറി നോക്കി. ഇത്രയും മാത്രമേ ഞങ്ങൾക്കും അറിയൂ, വിനീത പറഞ്ഞു. അത്രയും അറിഞ്ഞാൽ പോരല്ലോ. എവിടെ നിന്നാണ് വരുന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് രഹസ്യമാണെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാറുമില്ല. ശാന്തമ്മയോടും രാജുമോളോടും ധർമ്മരാജൻ ചോദ്യം ആവർത്തിച്ചു. അവർക്കും കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം നരേന്ദ്രൻ ഇവിടെ വന്നിട്ട് പോയതെന്നാണ്? ഇൻസ്പെക്ടർ സാർ ഇവിടെ വന്നു മാപ്പ് പറഞ്ഞ ശേഷം ഒരു പ്രാവശ്യം കൂടി വന്നു, വിനീത പറഞ്ഞു. എത്ര ദിവസമായി കാണും? എന്നാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. രാജശേഖരൻ ഇവിടെ വന്നിട്ട് തന്നെ അധികം ദിവസങ്ങളായിട്ടില്ല. ഇല്ല, വിനീത സമ്മതിച്ചു. അവൻ്റെ കൂട്ടത്തിലുള്ളവർ ആരൊക്കെയാണെന്നറിയാമോ? ഇല്ല, അവരാരും വീട്ടിൽ കയറി വന്നിട്ടില്ല. നിങ്ങളോടവൻ പറഞ്ഞിട്ടുമില്ലേ? ഇല്ല. പിന്നെ അവനൊക്കെ ആരെന്ന് വിചാരിച്ചാണ്ടി നായിൻ്റെ മോനെ നിങ്ങൾ വീട്ടിൽ കയറ്റിയതും സഹായം സ്വീകരിച്ചതും? അമറിക്കൊണ്ട് ധർമ്മരാജൻ അവളുടെ മുഖം കൈപ്പടം കൊണ്ട് പൊതിഞ്ഞു. അവളുടെ തല ഭിത്തിയിലേക്ക് ചേർത്ത് മൂക്കുപായും പൊത്തിപ്പിടിച്ച് അമർത്തി. ആ പരിക്കൻ കൈപ്പത്തിക്കുള്ളിൽ മൂക്കുപായും ഞെരിഞ്ഞ് വിനീതയ്ക്ക് ശ്വാസം മുട്ടി. ശാന്തമ്മയും രാജുമോളും നടുങ്ങി വിറച്ചു. എൻ്റെ മോളെ ഉപദ്രവിക്കല്ലേ, അവൾ പറഞ്ഞതെല്ലാം സത്യമാ. ശാന്തമ്മ കരഞ്ഞു. പോലീസിനോട് മറുപടി പറയുന്ന പോലെ ധർമ്മരാജൻ്റെ അടുത്ത് പറയരുത്, അയാൾ ആക്രോശിച്ചു. അയാൾ പതുക്കെ വിനീതയുടെ മുഖത്തുനിന്ന് തൻ്റെ കൈപ്പിടം മാറ്റി. എന്നിട്ട് മുറിയിൽ അങ്ങിങ്ങ് ചുറ്റി തിരിഞ്ഞു. സിഗരറ്റ് കുറ്റി ചുണ്ടിൽ നിന്നെടുത്ത് നിലത്തിട്ട് ചവിട്ടി. ഇനി അവൻ എന്ന് വരും? അറിയില്ല, വിനീത കിതപ്പോടെ പറഞ്ഞു. അവൻ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. ശനിയാഴ്ച രാത്രി ഞങ്ങൾ ഇവിടെ വരും. അപ്പോൾ അവനെപ്പറ്റിയുള്ള സകല ഡീറ്റെയിൽസും ഞങ്ങൾക്ക് കിട്ടണം. ഇല്ലെങ്കിൽ അന്ന് മുതൽ നീയൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കിടക്കയിലായിരിക്കും നിങ്ങൾ 3 പേരുടെയും അന്തിയുറക്കം. നിനക്ക് വേണമെങ്കിൽ പോലീസിൽ അറിയിക്കാം, അല്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ചു കൂട്ടി തടയാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പെണ്ണായിട്ട് ജനിക്കേണ്ടായിരുന്നെന്നോർത്ത് ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരുന്ന ഒരു ദിവസം ഞാൻ നിനക്ക് തരും. ഒളിച്ചു കളിയാക്കാമെന്നൊന്നും നീ കരുതണ്ട. ഈ ലോകത്തിൽ എവിടെ ഒളിച്ചാലും ധർമ്മരാജൻ കണ്ടുപിടിക്കും. 2 കണ്ണല്ല ധർമ്മരാജനുള്ളത്, 2000 കണ്ണ്. ശാന്തമ്മയെയും പെൺമക്കളെയും ഉഗ്രമായി നോക്കി മൂളിയിട്ട് അയാൾ തിരിച്ചു പോകാൻ വരാന്തയിലേക്ക് ഇറങ്ങി. അവിടെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, മര്യാദയ്ക്ക് പെരുമാറാം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞുപോയി. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഞെളിഞ്ഞു നിൽക്കാൻ കഴിയുന്നേ. ഇല്ലെങ്കിൽ ഉടുതുണി തെരഞ്ഞുകൊണ്ട് നിലത്തുകൂടി ഇഴഞ്ഞേനെ 3 ജീവച്ചവങ്ങൾ. പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നവനല്ല ധർമ്മരാജൻ എന്ന് മനസ്സിലായല്ലോ. വരാന്തയിൽ നിന്ന് അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി. ശാന്തമ്മയും പെൺമക്കളും അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ താഴെ റോഡിൽ നിന്ന് ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ടു. അത് അകന്നുപോയി. ശാന്തമ്മ ചെന്ന് വാതിലടച്ച് കൊളുത്തിട്ടു. വീടിൻ്റെ പിൻവാതിൽ തുറന്ന് പിന്നാമ്പുറത്തിറങ്ങി പതുങ്ങി നിന്നിരുന്ന നരേന്ദ്രൻ പതുക്കെ അകത്ത് കടന്നു. മുറിക്കുള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം അവന് കേൾക്കാമായിരുന്നു. ഒരു നിർണായക ഘട്ടം വന്നാൽ രംഗത്തേക്ക് കുതിക്കാൻ തയ്യാറായി തന്നെയായിരുന്നു അവൻ നിന്നത്. പിന്നാമ്പുറത്ത് നിന്ന്
തപ്പിയെടുത്തിരുന്ന കോടാലിക്കൈ അവൻ അടുക്കള ഭിത്തിയിൽ ചാരി വെച്ചു. പിന്നെ മുൻവശത്തെ മുറിയിലേക്ക് ചെന്നു. ശാന്തമ്മ അവനെ ദയനീയമായി നോക്കി. ഇപ്പോഴും അവരെ ഭീതി വിട്ടൊഴിഞ്ഞിരുന്നില്ല. രാജിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നരേന്ദ്രനെ നോക്കി അവൾ വിതുമ്പി. നരേന്ദ്രൻ വിനീതയുടെ അരികെ ചെന്നു. അവളുടെ മുഖം അവൻ്റെ നേർക്ക് തിരിഞ്ഞു. അവളുടെ കണ്ണുകളിൽ തീപ്പൊരി മിന്നിയതുപോലെ നരേന്ദ്രന് തോന്നി. ഞങ്ങളിനി എന്തൊക്കെ സഹിക്കണം? അവൻ്റെ നേർക്ക് അവൾ പൊട്ടിത്തെറിച്ചു. നരേന്ദ്രൻ അന്താളിച്ചു പോയി. അന്നേ ഞാൻ പറഞ്ഞതാ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടെന്ന്. ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചോളായിരുന്നു. നിങ്ങൾ എന്തിനിവിടെ വന്നു? ആര് പറഞ്ഞിട്ട് ഞങ്ങളെ സഹായിച്ചു? ഞങ്ങൾ ആവശ്യപ്പെട്ടോ നിങ്ങളുടെ സഹായം? നരേന്ദ്രൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി. ചീറ്റ പുലിയുടെ ഭാവം. ഞാൻ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും ഇപ്പോൾ മാനത്തോടെ ഇരിക്കാൻ കഴിയുമായിരുന്നോ? ഞാൻ സഹായിച്ചില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നോ? നരേന്ദ്രൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ആത്മഹത്യ ചെയ്തോളായിരുന്നു ഞങ്ങൾ. ഇതിനേക്കാൾ ഭേദമായിരുന്നു അത്. വൈകിപ്പോയിട്ടില്ല. ഇനിയും അതിന് സമയമുണ്ട്. നരേന്ദ്രൻ ശാന്ത സ്വരത്തിൽ പറഞ്ഞു. ഇനി നിങ്ങളുടെ പേരിൽ ഞങ്ങൾ ആരെയൊക്കെ ചേർത്ത് പിടിക്കണം? ആരുടെയൊക്കെ കാൽച്ചുവട്ടിൽ കിടന്നിഴയണം? ജീവൻ പണയം വെച്ചാണ് നിങ്ങളുടെ ശത്രുക്കളെ 2 തവണയും ഞങ്ങൾ ഒതുക്കിയത്. ഇപ്പോൾ എൻ്റെ ശത്രു രംഗത്ത് വന്നപ്പോൾ വിനീത അതെല്ലാം മറന്ന് ഇങ്ങനെ പറയരുതായിരുന്നു. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നിങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് വേണ്ടി പണയം വെക്കണ്ട. സഹായിക്കില്ലെന്നും പറയാനും കാല് പിടിച്ച് കരയണോ ഞങ്ങൾ? വിനീത മുറിയുടെ മൂലയിൽ കിടന്ന കട്ടിലിൽ ചെന്നിരുന്നു. കരച്ചിൽ വന്നിട്ട് അവൾ കാൽമുട്ടുകൾക്ക് മീതെ മുഖം പൂഴ്ത്തി. നരേന്ദ്രൻ തിരിഞ്ഞ് ശാന്തമ്മയെ രാജിമോളെയും നോക്കി. രാജിമോളുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അമ്മ ചെന്ന് കട്ടൻ കാപ്പി ഇട്, നരേന്ദ്രൻ പറഞ്ഞു. ശാന്തമ്മ വേഗം അടുക്കളയിലേക്ക് പോയി. നരേന്ദ്രൻ രാജിമോളുടെ അരികെ ചെന്നു. കൈത്തല നീട്ടി അവളുടെ കവളത്തെ കണ്ണീര് തുടച്ചു. രാജിമോൾ വിതുമ്പി. അവളുടെ ശിരസ് പിടിച്ച് തൻ്റെ തോളത്തേക്ക് അണച്ച് പുറത്തു തട്ടി അവൻ ആശ്വസിപ്പിച്ചു. മോള് പേടിക്കണ്ട കേട്ടോ, ഈ ഏട്ടനില്ലേ നിനക്ക്, പോയി കിടന്ന് ഉറങ്ങിക്കോ. രാജിമോൾ ദീനമായി അവനെ നോക്കി. ചേച്ചി സാരമില്ല, പോയി കിടന്നോ. രാജിമോൾ കിടക്കറയിലേക്ക് പോയി. നരേന്ദ്രൻ വിനീതിയിരുന്ന കട്ടിലിനടുത്തേക്ക് ചെന്നു. കാൽമുട്ടുകളിൽ കൈകോർത്ത് കെട്ടിപ്പിടിച്ച് അതിനുമീതെ മുഖം അമർത്തിയിരിക്കുകയായിരുന്നു വിനീത. വിനീതേ, അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. അവൾ അനങ്ങിയില്ല. മുടി അഴിഞ്ഞു ചിതറി അവളുടെ മുഖം മറഞ്ഞിരുന്നു. നരേന്ദ്രൻ അവളുടെ ശിരസിൽ തലോടി. പെട്ടെന്ന് അവൾ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. നരേന്ദ്രൻ അവളുടെ മുടി പിന്നോട്ട് മാടിയൊതുക്കി. അവളുടെ കവിളിണകളെ തൻ്റെ 2 കൈത്തലങ്ങളിലും പൊതിഞ്ഞു. ബലം പ്രയോഗിച്ച് അവളുടെ മുഖമുയർത്തി. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കണ്ണീരോടെ അവൾ അയാളെ നോക്കി. അല്ലെങ്കിൽ ഞങ്ങളെ കൂടി കൊണ്ടുപോയി എങ്ങോട്ടെങ്കിലും. ഇനി ഇങ്ങനെ വയ്യ, മടുത്തു. വീണ്ടും അവൾ കാൽമുട്ടുകൾക്ക് മീതെ മുഖം അമർത്തി വെച്ച് ഏങ്ങലടിച്ചു. ആരോ വാതിലിൽ മുട്ടി വിളിക്കുന്ന ഒച്ചയോടൊപ്പം പുലർച്ചക്കോഴി കൂവുന്നതും കേട്ടുകൊണ്ടാണ് യോഹന്നാൻ ഉണർന്നത്. വീണ്ടും വാതിലിൽ മുട്ടുന്ന ഒച്ച. ഇഷ്ടികപ്പൊത്തിലൂടെ യോഹന്നാൻ വെളിയിലേക്ക് നോക്കി. ഇരുട്ടാണ്, കനത്ത മൂടൽമഞ്ഞും. വാതിലിലെ മുട്ട് ശക്തമായിരിക്കുന്നു. രാത്രിയിൽ ആരെങ്കിലും വാതിലിൽ തട്ടിയാൽ ഈയിടെ യോഹന്നാന് പേടിയാണ്. ഹൃദയഭിത്തിയിൽ ആരോ ഇടിക്കുന്നത് പോലെയാണ് തോന്നുക. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഏത് പാമ്പിനാണോ ഉറക്കമില്ലാത്ത? പിറുപിറുത്തുകൊണ്ട് യോഹന്നാൻ എഴുന്നേറ്റ് വന്നു. ആരാ? ചേട്ടാ ഞാനാ. പേര് പറയണോ? സ്വരം കേട്ടതേ യോഹന്നാന് മനസ്സിലായി. അയാൾ വാതിൽ തുറന്നു. നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? നരേന്ദ്രൻ ഒന്ന് ചിരിച്ചു. ചേട്ടൻ ജീവിച്ചോട്ടെ എന്ന് കരുതിയാ? ഈ മുടിഞ്ഞ തണുപ്പത്ത് നീ ഈ രാത്രി കൂടെ അഞ്ചലോട്ടം കളിക്കുകയാണോ? നിനക്ക് ഉറങ്ങുകയും വേണ്ടേ? കയറുന്നുണ്ടെങ്കിൽ അകത്തോട്ട് കയറി നിൽക്ക്. മൂടൽമഞ്ഞും തണുപ്പും കൂടിക്കലർന്ന ഒരു കാറ്റിലയേറ്റ് യോഹന്നാൻ കുളിർന്ന് വിറച്ചു. ഇല്ല ചേട്ടാ, ഉടനെ പോണം. ഒരു കാര്യം പറയാനാ വന്നത്. ശനിയാഴ്ചയ്ക്ക് മുമ്പ് ചേട്ടൻ എനിക്കൊരു വാടക വീട് തപ്പിയെടുത്ത് തരണം. മൂന്നാർ, ദേവികുളം, പൊന്മുടി, അടിമാലി ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കണം. ടൗണിനോട് ചേർന്ന് വേണമെന്നില്ല. വല്ല ഓണംകേറാമൂലയിലായാലും മതി. എൻ്റെ വീട് മതിയോ? ഞാൻ എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കയ്യെ പിടിച്ചുകൊണ്ട് പെരുവഴിയിലോട്ട് ഇറങ്ങിക്കോളാം. യോഹന്നാൻ ചേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഞാൻ എവിടെ ചെന്ന് വീട് തപ്പും? എനിക്കതൊന്നും അറിയണ്ട. ശനിയാഴ്ചയ്ക്ക് മുമ്പേ കിട്ടിയിരിക്കണം. പുറമേ നിന്ന് ഒരൊറ്റ കുഞ്ഞറിയാതെ രഹസ്യമായിട്ട് വേണം സംഘടിപ്പിക്കാൻ. വെള്ളിയാഴ്ച ഞാൻ വരും. അന്നേരം വീടിൻ്റെ താക്കോൽ ഇങ്ങ് തരണം. ഇല്ലെങ്കിൽ ചേട്ടൻ്റെ ഗതി അതോ ഗതിയായി പോവും. മറക്കല്ലേ, ജീവൻ മരണ പ്രശ്നമാ. പോട്ടെ. നരേന്ദ്രൻ തിരികെ ഇറങ്ങിക്കഴിഞ്ഞു. യോഹന്നാൻ അറിയാവുന്ന ശാപവാക്കുകളെല്ലാം പിറുപിറുത്തുകൊണ്ട് വാതിലടിച്ചു. നോവൽ നാളെ വീണ്ടും തുടരും.